അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജയിൽ നോമിനേഷനിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരാൾ എന്തായാലും വന്നിട്ടുണ്ട്. അത് സായി തന്നെയാണ്. അതുപോലെ മറ്റൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ അൻസിബയാണ്. അൻസിബയെ നമ്മുടെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അൻസിബയും വന്നിട്ടുണ്ട്. ഇതിൽ പലരും ഭൂരിഭാഗം ആൾക്കാരും സായിനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ സായി പലരുടെ അടുത്തും പോയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തോളൂ, ഞാൻ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, അതുകൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നടക്കണതൊക്കെ കണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും സായിനെയാണ് അവിടെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുക, ഭൂരിഭാഗം ആൾക്കാരും നോമിനേറ്റ് ചെയ്യുക എന്ന് സായിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു വെക്കാം, ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന രീതിയിലേക്ക് ആക്കാം എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ സീക്രട്ട് ഏജന്റ് അങ്ങനെ സായി അങ്ങനെ പോയിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് എന്നെ ചെയ്തോളൂ, ഞാൻ ചെയ്ത തെറ്റാണ്, പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഒരു തവണയല്ല സായിക്ക് നമ്മുടെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത്. 2 തവണയും കഴിഞ്ഞ് ഫൈനൽ വാണിംഗും കഴിഞ്ഞിട്ടാണ് നമ്മുടെ സായി ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടാതെ മൈക്കിന്റെ ഇഷ്യൂ കൂടി പറയുന്നുണ്ടായിരുന്നു, മൈക്ക് ധരിക്കാതെ നടന്നതും. അപ്പോൾ മൈക്ക് ധരിക്കാതെ നടന്നതടക്കം എല്ലാവരും എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സായിനെ എന്തായാലും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അൻസിബിയാണുള്ളത്. സായിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് കളിക്കൂ സായി എന്നാണ് പറയാനുള്ളത്. സായിയുടെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ട് പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളും കാറിൽ ഇരുന്നിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാറിൽ ഇരുന്നിട്ട് പറയുന്ന ആ വിമർശനങ്ങൾക്കനുസരിച്ചിട്ട് തന്നെ അവിടെ പോയിട്ടും സായി ചെയ്യുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയും രീതിയിലുള്ള ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ പൂജയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത്, സിബിനാണെങ്കിലും ഇപ്പോൾ അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട്. പക്ഷെ സായിൻ്റെ അടുത്തുനിന്ന് എല്ലാവരും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഇനിയെങ്കിലും സായിക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നു. പലരും മൈൻഡ് ഗെയിം എന്ന് പറയുന്നു, പക്ഷെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രേക്ഷകർക്ക്. കാരണം മൈൻഡ് ഗെയിം എന്ന് പറയത്തക്ക വണ്ണം ഒന്നും അവിടെ ഇതുവരെ സായി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ സായി തിരിച്ചു വരും, നല്ല രീതിയിൽ തന്നെ മൈൻഡ് ഗെയിം ആണെങ്കിലും എന്ത് ഗെയിം ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറി വരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പ്രതീക്ഷിച്ച കുറേ പേരിൽ, അതായത് പോയ വൈൽഡ് കാർഡിൽ നന്നായി കളിക്കുന്ന പ്രതീക്ഷിച്ച ഒരാൾ തന്നെയായിരുന്നു സായി. എന്തായാലും നല്ല രീതിയിൽ സായിക്ക് കളിക്കാൻ പറ്റട്ടെ. കൂടുതൽ അങ്ങോട്ട് പോകുന്നതും ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുമായിരിക്കും. ഭേദം കാറിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു, വാഴയാണ് എന്നുള്ള രീതിയിലൊക്കെ പലതരം കമന്റുകളും കാര്യങ്ങളുമാണ് സായിക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്തായാലും സായി മാറ്റിയാൽ സായിക്ക് കൊള്ളാം എന്ന് പറയാം. കാരണം അല്ലെങ്കിൽ ഈ രീതി പോവുകയാണെങ്കിൽ അടുത്ത വേഗം തന്നെ ആൾക്കാർ ഔട്ടാക്കി പുറത്തേക്ക് വിടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയത്തിലുള്ള അഭിപ്രായവും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട.